സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. സുവിശേഷം വായിച്ചോ? സുവിശേഷം വായിക്കണം. എന്താണത്തെ സുവിശേഷം? നല്ലത് കണ്ടാലും നമ്മുടെ ചിന്തയാണ് എല്ലാം നശിപ്പിക്കുന്നത്. സ്നാപയോഹന്നാനെ കണ്ടു. അപ്പോൾ സ്നാപയോഹന്നാനിൽ പിശാചുണ്ടെന്ന് പറഞ്ഞു. കാരണം അവന് വീഞ്ഞു കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഉപവസിക്കുന്നു. എന്നാൽ വീഞ്ഞു കുടിക്കുന്ന ഈശോ വന്നപ്പോൾ അവൻ വീഞ്ഞു കുടിക്കുന്നു, മദ്യപാനാണ് അല്ലേ? ഇങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിൽ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറി നമ്മെ തന്നെ വിമർശിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. നമ്മുടെ ഇന്നലെ അവനോട് ചെയ്ത പ്രവൃത്തി ശരിയായില്ല, കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തു പോവാണ്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഒരു സഹോദരൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഹെഡ് മാസ്റ്ററാണ്, ഇദ്ദേഹം കുറേയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ അയാളെ പരിചയപ്പെടുത്തി. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പുള്ളി ആ കാര്യം വിട്ടു. അയ്യോ, എനിക്ക് തെറ്റുപറ്റിയല്ലോ, ഞാൻ ജോബോയിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നോക്കുക, അദ്ദേഹത്തിന് വന്ന തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കുമ്പോൾ അത് തിരുത്താൻ എളുപ്പമാണ് കേട്ടോ. അതിനായിട്ട് കൃപയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.